നമസ്കാരം. വിൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കേരള ജനതയ്ക്ക് മറക്കാനാവാത്ത പെട്ടിപിടി ദുരന്തത്തിന് 4 വർഷം തികയുമ്പോൾ മറ്റൊരു ദുരന്തത്തിന് സാക്ഷിയായിരിക്കുകയാണ് കേരള ജനത. 2020 ഓഗസ്റ്റ് 6-നാണ് കേരള ജനതയെ ഒട്ടാകെ ദുഃഖത്തിലാഴ്ത്തിയ ഇന്നത്തെ വയനാട് ദുരന്തത്തിന് സമാനമായ ഇടുക്കി രാജമലയിലെ പെട്ടിപിടി ദുരന്തം ഉണ്ടാവുന്നത്. 66 പേർ ആ ദുരന്തത്തിൽ മരണപ്പെട്ടു. മണ്ണിനടിയിൽ കുടുങ്ങിയതായി കരുതുന്ന 4 പേരുടെ മൃതദേഹങ്ങൾ ഇനിയും കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടുമില്ല. കണ്ണൻദേവൻ ഹിൽസ് പ്ലാന്റേഷനിലെ തൊഴിലാളികൾ താമസിച്ചിരുന്ന ലയങ്ങളാണ് തകർന്നതിലധികവും. എക്കാലത്തും മറക്കാനാവാത്ത ദുരന്ത ഓർമ്മ തന്നെയാണ് കേരള ജനതയ്ക്ക് പെട്ടിമുടി എന്നത്. പെട്ടിമുടി ദുരന്തത്തിന്റെ ദുഃഖം പേറുന്ന മറ്റൊരാൾ കൂടിയുണ്ട് ചേർത്തലയിൽ. 2020 ഓഗസ്റ്റിൽ പെട്ടിമുടിയിലുണ്ടായ ഉരുൾപൊട്ടലിൽ ബാക്കിയായവൾ. ഊണും ഉറക്കവുമില്ലാതെ ദുരന്തഭൂമിയിൽ ഉറ്റവർക്കായി തിരച്ചിൽ നടത്തിയ കുവി എന്ന നായ. കുവി എന്ന പെണ്ണായെ ആരും മറന്നിട്ടുണ്ടാവില്ല. പെട്ടിമുടിയിലെ ദുരന്ത വാർത്തകളിൽ ഇടം നേടിയ കുവിയെ അറിയാത്തവരുമില്ല. സംരക്ഷിച്ച കുടുംബം പൂർണ്ണമായും ഈ ഭൂമുഖത്തു നിന്ന് തുറച്ചുമാറ്റപ്പെട്ടപ്പോൾ ഒറ്റയ്ക്കായവൾ. രക്ഷാപ്രവർത്തകർക്ക് കണ്ടെത്താൻ കഴിയാതെ വന്ന ധനുഷ്ക എന്ന കൊച്ചു പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തി തൻ്റെ കളിക്കൂട്ടുകാരിയോടുള്ള സ്നേഹം വെളിപ്പെടുത്തിയവൾ. 4 വർഷത്തിനിപ്പുറം ഓരോ മഴക്കാലം വരുമ്പോഴും കുവിയുടെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന പ്രസരിപ്പുകൾ നഷ്ടമാകും. പിന്നെ ആകെ ഒരു ഭയപ്പാടാണ് കാണാനാവുക. ചാറ്റൽ മഴയാണെങ്കിൽ മഴയത്തിറങ്ങി നിൽക്കും. ശക്തമായ മഴയെങ്കിൽ പുറത്തിറങ്ങില്ല. ചെവികൾ താഴ്ത്തി കണ്ണുകളിൽ ഭയത്തോടെ പുറത്തേക്ക് നോക്കിയിരിക്കുമെന്നും അജിത് മാധവൻ പറയുന്നു. ഒന്നാമത്തെ കാര്യമൊക്കെ മഴ പേടിയാണ് ഭയങ്കര. മഴ വന്നു കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങത്തില്ല. പിന്നെ രണ്ടാമതെന്ന് പറഞ്ഞാൽ മഴ വന്നു കഴിഞ്ഞാൽ ഒന്നാമത് വരാന്തയിൽ അല്ലെങ്കിൽ ടെറസിൽ ഒന്ന് കുറേ നേരം മഴ ഇങ്ങനെ നോക്കിയിരിക്കും. അത് ചെവിയൊക്കെ താത്തി, എൻ്റെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആ വീഡിയോ ഇട്ടിട്ടുണ്ട്. ചെവിയൊക്കെ താത്തി കണ്ണൊക്കെ ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ ഒരുമാതിരി ചുരുണ്ടുകൂടി ഇങ്ങനെ ഇരിക്കും. പേടിയാണ്. അന്നത്തെ ഓർമ്മയായിരിക്കും. നമ്മൾ വിളിച്ചാലൊന്നും ആ സമയം മൈൻഡ് ചെയ്യത്ത പോലുമില്ല. നമ്മൾ തട്ടി വിളിച്ചാലും ഒരു കരയുന്ന ഒരു സൗണ്ട് ഉണ്ടാക്കും, മൂളുന്ന പോലെ. അങ്ങനെ മൂളി ഇരിക്കും. പിന്നെ ചെറിയ ചാറ്റൽ മഴയാണെങ്കിൽ ആ മഴയത്ത് പോയി നിൽക്കും. അതുമൊക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മഴയത്ത് ആ സമയം നമ്മൾ വിളിച്ചാലൊന്നും വരത്തില്ല. അതിങ്ങനെ അനങ്ങാതിരിക്കത്തേ ഉള്ളൂ. ആ ഓർമ്മകളായിരിക്കും. പെട്ടിമുടിയിൽ നിന്നും കുവി പോലീസ് കേണൈൻ സ്ക്വാഡിലെത്തുകയും പിന്നീട് തിരികെ പെട്ടിമുടിയിലെത്തുകയും ചെയ്തു. ഒടുവിൽ കുവിയുടെ മുത്തശ്ശി തന്നെയാണ് ഇടയ്ക്കിടെ കുവിയെ കാണാൻ വന്നിരുന്ന അന്ന് ഇടുക്കി കേണൈൻ സ്ക്വാഡിലെ ഡോഗ് ട്രെയിനറായിരുന്ന അജിത് മാധവന് കൈമാറുന്നതും. അവിടെ നിന്നും ഇപ്പോൾ അടിമാലി സ്റ്റേഷനിൽ സീനിയർ CPO ആയ അജിത്തിന്റെ ചേർത്തല ചക്കരക്കുളത്തെ കൃഷ്ണകൃപ എന്ന വീട്ടിലേക്ക് കുവി എത്തുന്നതും. അജിത്തിന്റെ അച്ഛൻ മാധവൻകുട്ടി, അമ്മ ശാന്തകുമാരി, ഭാര്യ ആരതി, മകൾ ഇള എന്നിവർക്ക് കുവി കുടുംബാംഗങ്ങളിൽ ഒരാൾ തന്നെയാണ്. അത്രയേറെ പ്രിയപ്പെട്ടവൾ. എല്ലാവരുമായിട്ടും ഭയങ്കര ഇത് തന്നെ. ഞാനില്ലെങ്കിൽ ഫുൾ ടൈം അച്ഛൻ്റെ കൂടെ. ഞാൻ കഴിഞ്ഞാൽ പിന്നെ അച്ഛനാണ് അവളുടെ ലോകം. ഞാനുള്ളപ്പോഴത്തേക്ക് ഞാൻ എഴുന്നേക്കാൻ താമസിച്ചാൽ ഞാനൊരു 4-5 മണിയാകുമ്പോൾ എഴുന്നേക്കുന്ന ഒരു ഇച്ചിരി താമസിച്ച് അപ്പോൾ റൂമിൽ വന്ന് ഒന്നെങ്കിൽ കയ്യെ പിടിച്ച് വലിക്കും, അല്ലെങ്കിൽ പുതപ്പ് കടിച്ച് വലിക്കും. അതേപോലെ തന്നെ അച്ഛൻ എഴുന്നേക്കാൻ ഞാനില്ലെങ്കിൽ അച്ഛൻ എഴുന്നേക്കാൻ താമസിച്ചാൽ അത്. പിന്നെ മോളുണ്ട് എനിക്ക്. പിന്നെ മോളുടെ കൂടെ ഭയങ്കര ഇതാണ്. കാരണം ഇവളെ കൊണ്ടുവരുന്ന സമയത്ത് മറ്റേ ഇവളുടെ ഒരു കുട്ടി ഉണ്ടായിരുന്നല്ലോ, ധനുഷ്ക എന്ന് പറഞ്ഞാൽ, അതിൻ്റെ അതേ പ്രായമായിരുന്നു മോക്ക് ഇവൾ വരുന്ന സമയത്ത്. അതുകൊണ്ട് മോള് ഭയങ്കര കാര്യമാണ്. പിന്നെ എല്ലാവരുമായിട്ട് വീടിനകത്ത് അതെ അവൾക്ക് കിടക്കാനായിട്ട് മുകളിൽ ചെറിയൊരു ബെഡ് എല്ലാം ഉണ്ട്. മുകളിലാണ് കിടക്കുന്നത്. എൻ്റെ റൂമിൻ്റെ ഒന്നെങ്കിൽ എൻ്റെ റൂമിൽ കിടക്കും, അല്ലെങ്കിൽ അപ്പുറത്തെ റൂമിൽ പോയി കിടക്കും. കേനൈൻ സ്ക്വാഡിലായിരുന്ന സമയത്ത് സർവീസിലെ മറ്റു നായകൾക്കൊപ്പം ഹീൽ വാക്ക്, സ്മെല്ലിംഗ് തുടങ്ങിയ അടിസ്ഥാന പാഠങ്ങൾ കുവി പഠിച്ചിരുന്നു. പിന്നീട് തികഞ്ഞ നായസ്നേഹി കൂടിയായ അജിത്തിൻ്റെ ഒപ്പം എത്തുന്നതോടെ കൂടുതൽ പാഠങ്ങളും പഠിച്ചു. ഒപ്പം നജസ് എന്ന സിനിമയിൽ ഒരു മുഴുനീള റോളിലും അഭിനയിച്ചു. ഇതെല്ലാം പല സർക്കാർ ജോലികളും വേണ്ട എന്ന് വെച്ച പോലീസ് നായ്ക്കൾക്ക് വേണ്ടി പോലീസ് സേനയിലെത്തിയ അജിത് മാധവന്റെ അടങ്ങാത്ത അഭിനിവേശം ഒന്നുകൊണ്ട് മാത്രം. പോലീസ് നായകളെക്കുറിച്ചുള്ള 7 വാല്യമുള്ള പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ് അജിത്ത് ഇപ്പോൾ. വിൻമീഡിയ, ചേർത്തല.